ഹായ് ഡിയേഴ്സ്, എല്ലാവരുടെയും ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഠിച്ചിട്ട് മാക്സിമം മാർക്ക് നേടണം, A+ നേടണം. അതാണ് എല്ലാവരും ഉദ്ദേശം. അപ്പോൾ അതിന് ഉള്ളൊരു ചെറിയൊരു പരിപാടിയും കൊണ്ടിട്ടാണ് ഫസൽ സാർ വന്നത്. നമ്മുടെ ഒരു അനാലിസിസ് ആണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുന്നേ നമ്മുടെ റേസ് ഐക്കണിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, മാക്സിമം ആളുകളിലേക്ക് അത് ഷെയർ ചെയ്തോളൂ. പറഞ്ഞു വരുന്നത് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 15 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചാൽ മതി 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക്. 15 ചാപ്റ്റേഴ്സ് 80 മാർക്ക്. 3 ചാപ്റ്റർ നമുക്ക് SS1 നിന്നും 3 ചാപ്റ്റർ SS2 നിന്നും ഒഴിവാക്കാം. ഈ കഥ നമുക്കറിയാം. പക്ഷേ A+ നേടാൻ നമുക്ക് എത്ര മാർക്ക് മതി? 70 മുതൽ 72 വരെ മാർക്ക് മതി. 70 തന്നെ A+ കിട്ടും. കാരണം 20 മാർക്ക് നമുക്ക് എന്തുണ്ടായിരിക്കും? C മാർക്ക് ഉണ്ടെങ്കിൽ. ഇനി 18 C മാർക്ക് ഉണ്ടെങ്കിൽ 72 മാർക്ക് നിങ്ങൾക്ക് A+ന് വേണ്ടിയിട്ട് വേണം. അപ്പം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാവുന്ന കാര്യം 8 മാർക്കും കൂടെ നമ്മൾ നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന് പറഞ്ഞ് SS2 ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമില്ല. എത്രയും നമ്മൾ പറയില്ല, ഒരുപാട് മക്കൾ എന്നോട് ഇങ്ങനെ ഭയങ്കര, അല്ലെങ്കിൽ അജിൽ സാറോടായാലും സങ്കടം പറയുന്ന ഒരു ചാപ്റ്ററാണ് കേരള ടുവേർഡ്സ് മോഡേണിറ്റി. അത് കേരളം ആധുനികതയിലേക്ക് വലിയ ചാപ്റ്ററാണ് സാർ, ഓപ്ഷനിലാവോ? അപ്പോൾ അത് പഠിച്ചില്ലെങ്കിലും 76 മാർക്കിൻ്റെ ചോദ്യം ബാക്കിയുണ്ട്. അതേപോലെ നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ മറ്റേതെങ്കിലും ഒരു ചാപ്റ്റർ ഒഴിവാക്കിയാലും 72 മാർക്കിന് നിങ്ങൾക്ക് എന്തുണ്ട്? പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, 2 ചാപ്റ്റർ കൂടെ നിങ്ങൾക്ക് ഒഴിവാക്കാം. 4 മാർക്ക് വെയിറ്റേജ് വരുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാപ്റ്റർ ആയേക്കാം. എന്താ പറയുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന ചാപ്റ്റർ ഒഴിവാക്കാം. കേരള ടുവേർഡ്സ് മോഡേണിറ്റി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ചാപ്റ്റർ അതിൻ്റെ ആയിരിക്കും. ഇങ്ങനെ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ അതുകൂടെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുകൂടെ പഠിക്കാതിരുന്നാലും നിങ്ങൾക്ക് A+ൻ്റെ മാർക്ക് 72 മാർക്ക് അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയും 2 ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്ററിൽ നിന്ന് 1 മാർക്ക് പോലും നഷ്ടപ്പെടുത്തില്ല എന്നൊരു വാശി നിങ്ങളുടെ മനസ്സിൽ വേണം. ആ ഒരു കോൺഫിഡൻസും കൂടി വേണം. എന്നാൽ മാത്രമേ ഈ പണിക്ക് നിൽക്കാൻ പാടുള്ളൂ. 1 ചാപ്റ്റർ ഒഴിവാക്കിയാൽ 76 2 ചാപ്റ്റർ ഒഴിവാക്കിയാൽ 72 ആ 72 മാർക്കിൻ്റെ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ 70 മാർക്ക് മിനിമം നേടണം. 72 തന്നെ നേടണം, എന്നാലേ A+ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന് പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. 6 ചാപ്റ്ററിൻ്റെ പുറമെ വേണമെങ്കിൽ മാത്രം, നിർബന്ധമില്ല. ഓക്കെ, 2 ചാപ്റ്റർ കൂടെ ഒഴിവാക്കാം, അല്ലെങ്കിൽ 1 ചാപ്റ്റർ കൂടെ ഒഴിവാക്കാം നിങ്ങൾക്ക്. ഇതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിപ്പറേഷൻ്റെ ഒരു സമയത്ത് ചെറിയൊരു ആശ്വാസം, ഒരു റിലാക്സേഷൻ തരാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നത്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാത്രമുള്ള ഒരൊറ്റ കാര്യം കൂടെ, നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി സോഷ്യൽ സയൻസിൻ്റെ പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനുമായിട്ട് ഞാൻ വരുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ 7-8 ചാപ്റ്റേഴ്സ്, വൈവിധ്യങ്ങളുടെ ഇന്ത്യ അഥവാ ഇന്ത്യ ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ, എക്കണോമിക് ജോഗ്രഫിയിലെ സാമ്പത്തിക ഭൂമിശാസ്ത്രം, ഇത് രണ്ടും നമുക്ക് അരച്ച് കലക്കി കൂട്ടിച്ചിട്ട് അതിൽ 1 മാർക്ക് പോലും മിസ്സാകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. എല്ലാവരും മസ്റ്റായിട്ട് വരണം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് കാണണം എപ്പോൾ? വെള്ളിയാഴ്ച രാത്രി കേട്ടോ. മാത്രമല്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനും ഒരു മടി ഉണ്ടാവരുത്. വീണ്ടും കാണാം. താങ്ക് യു. ബൈ. സീ യു.